ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്ക് ചേരുക. ശ്രീ അനിൽകുമാർ, ദുരൂഹത ഒഴിയുന്നില്ല വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട്. ഇവിടെ കൃത്യമായ പ്ലാനുള്ള ഒരാൾ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. ആ പ്ലാൻ ഏത് പ്ലാനാണ്? സംസ്ഥാനത്തിൻ്റെ പൊതുമേഖല കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ, കടൽ മുതൽ കരിമണൽ വരെ എഴുതി കൊടുക്കാൻ എടുത്ത തീരുമാനം. ആ പ്ലാനിൻ്റെ ഭാഗമാണ് മിഷൻ സമുദ്രയും അതോടൊപ്പം തന്നെ പോർട്ട് സിറ്റിയും വിഴിഞ്ഞത്തിൻ്റെ 13,000 കോടിയുടെ ഓഹരി കച്ചവടവും. അറിയാത്തത് കോൺഗ്രസ് ആണ്, UDF ആണ്. അങ്ങനെയാണോ കാര്യങ്ങൾ? ചന്ദ്രിക, മുഖ്യമന്ത്രി VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നതായിട്ടാണ് അവസാനം വന്നിട്ടുള്ള വാർത്ത. ഈ ഘട്ടത്തിൽ എന്ത് കാര്യത്തിനാണ് അപ്രകാരം ഒരു പിന്തുണ, ലീഗിന്റെ പിന്തുണ VD സതീശന് ആവശ്യമുള്ളത്? ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഇപ്പൊ VD സതീശൻ പ്രത്യേകമായി എടുത്തിട്ടുള്ളത്? ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു പിന്തുണ ലീഗ് പ്രഖ്യാപിക്കേണ്ടതായ എന്ത് സാഹചര്യമാണുള്ളത്? സാഹചര്യം ഇത്രേ ഉള്ളൂ. AICC ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എടുക്കുന്ന നിലപാടിനോടൊപ്പമല്ല ഞങ്ങൾ. ഇതാണ് ഇന്ന് ലീഗിന്റെ മുഖപ്രസംഗം തെളിയിക്കുന്നത്. ഇതിലൂടെ കാണുന്ന കാര്യം എന്താണ്? VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ആഭ്യന്തരമായി പുലർത്തി നേടിയെടുത്തൊരു വിജയത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്നത്തെ ഗവൺമെന്റ്. അത് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് ഹിന്ദുത്വയുടെ താല്പര്യങ്ങൾക്കൊത്തൊരു ഗവൺമെന്റിനെ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കുക എന്നതായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനം, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ നിയമനം, PMCയിലെ നിലപാട്, വീടുകളിൽ PMAVയുടെ ചിത്രം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലെല്ലാം RSSന് ഹിതകരമായ നിലപാടുകൾ മാത്രമേ കേരളം എടുത്തിട്ടുള്ളൂ. അതോടൊപ്പമാണ് ഇന്ത്യ രാജ്യത്തെ RSSന്റെയും BJPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായ അദാനി. ഇന്നിപ്പോ കണ്ടത് അമേരിക്കയിലെ കോടതി പറഞ്ഞിരിക്കുകയാണ്, കോടതിയിൽ അമേരിക്കയിലെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, അദാനിയെ പോലൊരു പുണ്യവാളന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ പോലും പാടില്ലായിരുന്നു, ഞങ്ങൾ മാപ്പ് പറയുന്നു. അത്തരത്തിലാണ് സ്റ്റേറ്റ്മെന്റ് നിന്ന് അമേരിക്കയുടെ കോടതി കൊടുത്തതായിട്ട് വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ അദാനിക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ് എത്രത്തോളം ഉയർന്ന നയതന്ത്ര പദവിയാണ് നൽകുന്നത്. ഈ കേസെടുത്തോടുകൂടി നയതന്ത്രപരമായി അമേരിക്ക പ്രതിസന്ധിയിലായെന്നാണ് അമേരിക്കയുടെ കോടതിയിൽ ഫെഡറൽ ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലോകം ഭരിക്കുന്ന അദാനിയുടെ കീഴിലാണ് ഞങ്ങൾ എന്ന് സമ്മതിക്കുകയാണ് മുസ്ലിം ലീഗും സതീശനും അടക്കമുള്ളവർ. ചോദ്യം ഇത്രേ ഉള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കാൻ പാടില്ല എന്നാണ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ. അത് ലീഗ് കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയുടെ കരാറാണ്. അത് മാറ്റം വരുത്തി 49% UDF തീരുമാനിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ? ഇതല്ലേ വ്യക്തമാക്കേണ്ടത്. അത്തരമൊരു തീരുമാനം നടപ്പില്ല എന്ന് JC വേണുഗോപാൽ വ്യക്തമാക്കി കഴിഞ്ഞും VD സതീശൻ മിണ്ടുന്നില്ല. പതിവ് പോലെ മുസ്ലിം ലീഗിനെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അദാനിക്ക് വേണ്ടി ലീഗ് മുഖപ്രസംഗം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കുന്നത് VD സതീശന് മാത്രമാണ്. അതിനർത്ഥം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത് എന്ന് അവകാശപ്പെടാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് സാധിക്കാതെ വന്നിരിക്കുന്നു. ഇതാണ് പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി. ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് വിഴിഞ്ഞം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി വളരുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി. എങ്ങനെയാണ് അദാനിക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അറിയാതെ, UDF എന്ന് പറയുന്ന മുന്നണി അറിയാതെ 13,000 കോടിയുടെ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകിയത്? അതിൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ റോൾ എന്ത്? ഇക്കാര്യങ്ങൾ തന്നെയാണ് സംശയമായി നിൽക്കുന്നത്. രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. എന്താണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതറിയാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നു.